Good afternoon. Good afternoon. Good afternoon. Good afternoon, miss. Good afternoon, ma'am. Good afternoon all. Prayer പറഞ്ഞു കേട്ടോ. Prayer പറഞ്ഞു കേട്ടോ. Ma'am, ഞാൻ പറയട്ടെ. Dear God, we come together in gratitude and respect. Guide us in our learning journey. Grant us wisdom and help us support one another. May our time together be filled with curiosity, creativity, and kindness. Thank you. Signing and thought of the day prepare ചെയ്തിട്ട് കാര്യങ്ങളും. Thought of the day. The roots of education are bitter, but the fruit is sweet. These words are by Aristotle. വിദ്യാഭ്യാസത്തിന്റെ വേരുകൾ കയ്പുള്ളതാണ്, പക്ഷേ ഫലം മധുരമുള്ളതാണ്. അതായത് വിദ്യാഭ്യാസം നേടുന്നത് കഠിനമായ കാര്യമാണെങ്കിലും അതിന്റെ പ്രയോജനങ്ങൾ അതിശയകരമായിരിക്കും. താങ്ക് യു. Signing. Okay. Good afternoon, ma'am. Good afternoon. I am Rashmi from Trivandrum. I am very happy for speaking silent today. Every day we wake up with a new hopes and new motivations. Maria Montessori, she gave us 4 hours for a great opportunity. So hold this opportunity, go forward. Now we are starting learns our great Abarna ma'am's class. Wishing all a very useful class today. Let me invite our teacher and also invite all my friends. So I would like to invite our great teacher for conducting class today. Thank you. Thank you, Rashmi. Welcome all. നമ്മൾ ഈ ചാപ്റ്റർ ആണ് ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത്. Child welfare. Child welfare. Children with physical disabilities ആണ് ഇനി നെക്സ്റ്റ് പറയേണ്ടത്. Children with physical disabilities അല്ലേ? ഓക്കെ, 1 minute കേട്ടോ. ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? നമ്മൾ ഹിയറിംഗ് ഇമ്പയർമെന്റ് വരെയും പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു. ചിൽഡ്രൻസ് വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റീസ് ആണ് നമ്മൾ ഇനി എടുക്കുന്ന ടോപ്പിക്. സെമിനാർ ഒന്നും തന്നില്ലല്ലോ ഈ ഒരു പോർഷനിലെ സെമിനാർ ഒന്നും തന്നിട്ടില്ലല്ലോ. ഞാൻ പറയുന്ന കേൾക്കാവോ? ഇല്ല മോൻ തന്നിട്ടില്ല. ഓക്കെ, അപ്പോ എങ്ങനെയാണ് ഫിസിക്കൽ ഡിസബിലിറ്റീസ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. എങ്ങനെയൊക്കെ ഫിസിക്കൽ ഡിസബിലിറ്റീസ് സംഭവിക്കാം? ആക്സിഡന്റ് സംഭവിക്കുന്നതിലൂടെ ഫിസിക്കൽ ഡിസബിലിറ്റി സംഭവിക്കാം ഇല്ലേ? By birth. ബൈ ബർത്ത്. ഓക്കെ, ജന്മനാലെ അങ്ങനെ ഉണ്ടാവാം. പോളിയോ ബാധിച്ച് പോളിയോ ബാധിച്ച് ഫിസിക്കൽ ഡിസബിലിറ്റീസ് വരുമെന്ന് നമ്മൾ പറഞ്ഞില്ലേ? അത് പെർമനന്റ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ ചാപ്റ്റർ എടുത്തപ്പോ, പറഞ്ഞില്ലേ? ഓക്കെ, ദെൻ സ്പൈനൽ കോഡ് ഇഞ്ചുറി. സ്പൈനൽ കോഡിൽ എന്തെങ്കിലും ഇഞ്ചുറീസ് ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡി മേ ബി പാരലൈസ്ഡ് ആവാനോ ചാൻസ് കൂടുതലാണ് അല്ലെ?
അപ്പൊ ഫിസിക്കൽ ഡിസബിലിറ്റീസ് എന്ന് പറഞ്ഞാല് ലോക്കോമോട്ടോർ ഡിസബിലിറ്റീസ്, നമ്മൾക്ക് മൂവ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി നഷ്ടപ്പെട്ടു പോകുന്നതിനെയാണ് എന്ത് പറയുന്നത് ഫിസിക്കൽ ഡിസബിലിറ്റീസ് എന്ന് പറയുന്നത്. ഇൻഫെക്റ്റീവ് ലോക്കോമോട്ടോർ ഡിസബിലിറ്റീസ് എന്ന് പറയാറുണ്ട്. ഡ്യൂ ടു ചിലപ്പോ ട്യൂബർകുലോസിസ്, TB, അതേപോലെ തന്നെ എയ്ഡ്സ്, അങ്ങനെ മിക്ക അസുഖങ്ങളുടെ റിസൾട്ട് ആയിട്ട് നമുക്ക് ഈ എന്താ നമ്മുടെ ഫിസിക്കൽ ഡിസബിലിറ്റീസ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? അപ്പോൾ ഇങ്ങനെ ആക്സിഡൻസ്, ചിലപ്പോൾ ന്യൂട്രീഷൻ പ്രോപ്പർ അല്ലാത്തത് കൊണ്ട് ഫിസിക്കൽ ഡിസബിലിറ്റീസ് വരാറുണ്ട് ചില കുട്ടികളിൽ. എനിക്ക് തോന്നുന്നു ചില കുട്ടികളിൽ ന്യൂട്രീഷൻസ് ഒന്നും പ്രോപ്പർ അല്ലാത്തത് കൊണ്ട് ഫിസിക്കൽ ഡിസബിലിറ്റീസ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും അല്ലേ? അതേപോലെ തന്നെ വേറൊരു സംഭവം ഉണ്ടല്ലോ ഫിസിക്കൽ ഡിസബിലിറ്റി നമ്മുടെ കേരളത്തില്. ഇവിടെ കാസർഗോഡ് മരങ്ങളുണ്ട്, കാസർഗോഡ് കോഴിക്കോടോ കേരളത്തില് നമ്മള് എൻഡോസൾഫാൻ ദുരന്തം ഓർമ്മയുണ്ടോ? എൻഡോസൾഫാൻ ബാധിച്ച് ഒരുപാട് പേർക്ക് ഫിസിക്കൽ ഡിസബിലിറ്റീസ്. അതെവിടെ സംഭവിച്ചത് ഓർമ്മയുണ്ടോ? കാസർഗോഡാണോ മാം? ഈ ഹെലികോപ്റ്ററിൽ ഇങ്ങനെ കീടനാശിനി ചെലുത്താണ്. അതെ, ഹെലികോപ്റ്ററിൽ അവർ ഡൈല്യൂട്ട് ചെയ്യാനായിട്ട് കീടനാശിനി എൻഡോസൾഫാൻ എന്ന് പറയുന്ന കെമിക്കൽ ഫെർട്ടിലൈസർ സ്പ്രേ ചെയ്തപ്പോ എന്താ സംഭവിച്ചത്? അത് എന്താ വെച്ചാല് ഡൈല്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഡൈല്യൂട്ട് ചെയ്താണ് യൂസ് ചെയ്യുന്നത്. പെട്ടെന്ന് അത് സ്പ്രെഡ് ചെയ്തപ്പോ അവിടുത്തെ എയർ എല്ലാം എന്തായി പൊല്യൂട്ടഡ് ആയി. അത് ശ്വസിച്ച ആൾക്കാർക്ക് ഇതിന്റെ ആഫ്റ്റർ എഫക്ട്സ് വന്നു. മെയിൻ ആയിട്ട് അത് കൂടുതലായിട്ട് ബാധിച്ചത് എന്താ പറയാ, അത് കൂടുതലായിട്ട് ബാധിച്ചത് കുട്ടികളെ ആയിരുന്നു. കുട്ടികളെയും അതേപോലെ തന്നെ വുമൺ, സ്ത്രീകളെയും ബാധിച്ചു. അവർക്ക് ജനിക്കാനിരിക്കുന്ന കുട്ടികൾക്ക് പോലും ഈ ഒരു ഡിസബിലിറ്റീസ് ഇത് ചെയ്തു വന്നു എന്നൊക്കെ പറഞ്ഞു. ചില കുട്ടികളുടെ ഹെഡൊക്കെ ഭയങ്കര ഹൈ ആയിട്ട് കാണുമ്പോ തന്നെ വിഷമം തോന്നും. കേട്ടിട്ടില്ലേ നിങ്ങളത്? റീഡ് ചെയ്തിട്ടില്ലേ ദുരന്തത്തെ കുറിച്ച്? നമ്മളുടെ ചെറുപ്പത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ആ സമയത്തായിരുന്നു അത് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. സോ അത് എന്ത് ചെയ്തു, ചില എൻഡോസൾഫാൻ എന്ന് പറയണം, ഇത് നമ്മള് എന്താ പറയാ ഡീബാർ ചെയ്തു, അങ്ങനെ ബെൻഡ് ചെയ്തു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ മൂലം നമുക്ക് എന്ത് വരുന്നുണ്ട് ഫിസിക്കൽ ഡിസബിലിറ്റീസ്. ഞാൻ ഈ പറഞ്ഞത് എന്താണ് ഒരു കെമിക്കൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഒരു ആക്ടിവിറ്റി മൂലമാണ് ആ ഒരു, അല്ലെങ്കിൽ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് മൂലം നമുക്ക് ഫിസിക്കൽ ഡിസബിലിറ്റീസ് വരാം. ഓക്കെ, നമുക്ക് ഫിസിക്കൽ ഡിസബിലിറ്റീസ് വരാണെങ്കിൽ മേ ബി ആള് ഹാൻഡിക്യാപ്ഡ് ആയിരിക്കും. നമ്മള് കുട്ടികള് ടീച്ചേഴ്സിന് കുട്ടികള് ഇങ്ങനെ ഒരു കുട്ടി ഉണ്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരാണെങ്കിൽ ടീച്ചേഴ്സ് അത് നേരത്തെ ഐഡന്റിഫൈ ചെയ്യും, അതിന് വേണ്ട മെഷേഴ്സ് എടുക്കുകയും വേണം. ഞാനൊരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാൻ പോവാട്ടോ. ഓർമ്മ എടുക്കില്ല, എന്നാലും ഷെയർ ചെയ്യാം. ഇപ്പൊ നമ്മള് ഒരു ഇതേപോലെ നല്ല മഴയൊക്കെ ഉള്ളൊരു സമയമുണ്ട്, നല്ല മഴയുണ്ട്, നല്ല മഴയാണ്, ജൂൺ മാസമാണ്, സ്കൂളൊക്കെ തുറന്നിട്ടുള്ളൂ, ഫസ്റ്റ് സെക്കൻഡ് ഡേ ഒന്നാണ്. അപ്പൊ ഞങ്ങളുടെ ഒരു ടീച്ചറുടെ പേര് എനിക്ക് ഓർമ്മയുണ്ടെന്നോ, സംഗീത എന്നാണ്. സംഗീത ടീച്ചറാണ് ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ. സോ ടീച്ചർ ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് വന്നിട്ട് പറഞ്ഞു എല്ലാ കുട്ടികളും ഇരിക്കാം. ഞങ്ങളോട് പറഞ്ഞു ഒരു കുട്ടി ക്ലാസ്സിലേക്ക് വരുന്നുണ്ട്. ഞങ്ങൾക്ക് 8th ഞങ്ങളായിരുന്നത്. അപ്പൊ കുറെ കുട്ടികൾ വന്നിട്ടുണ്ട്. ഞങ്ങള് ഹൈസ്കൂളിലേക്ക് വരുമ്പോ പുറത്തുനിന്ന് കുട്ടികൾ വരാറുണ്ട്. അങ്ങനെ കുറച്ച് കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങ് വിചാരിച്ചു ഒരു പുതിയ കുട്ടി കൂടി വരുന്നു, മിസ് എന്താ സ്പെഷ്യൽ ആയിട്ട് പറയുന്നതെന്ന് വിചാരിച്ചു ശ്രദ്ധിച്ചിരിക്കാം. ടീച്ചർ പറഞ്ഞു ആ കുട്ടി കഴിഞ്ഞ കൊല്ലം വേറൊരു സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു, വേറൊരു സ്കൂളിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് അവിടെ പഠിക്കാനായിട്ട് പറ്റിയില്ല, കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പൊ എന്താണ്, അവൾ അവിടെ നിന്ന് പഠിക്കുന്നില്ല, ഇനി പഠിക്കാനേ പോകില്ല എന്ന് പറഞ്ഞ് വീട്ടില് ചെന്ന അമ്മനോട് പറഞ്ഞ് അവൾ പഠിച്ചില്ല എന്ന്. കഴിഞ്ഞ ലാസ്റ്റ് ഇയർ അവൾ സ്കൂളിൽ പോയിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ ചോദിച്ചാൽ എന്ത് പറ്റി, ചിലപ്പോ കളിയാക്കിയിട്ടുണ്ടാവും അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞങ്ങൾ ചോദിച്ചു. ടീച്ചർ പറഞ്ഞു അവളുടെ പേര് അർച്ചന എന്നാണ്. ആള് എന്താ പറയാ ഫിസിക്കലി ഡിസേബിൾഡ് ആണ്. പക്ഷെ കാലിന് കീപ്പോട്ട് തളർന്നിട്ടുണ്ട്, അരയ്ക്ക് കീപ്പോട്ട് തളർന്നിട്ടുണ്ട്. ആള് വീൽ ചെയറിലാണ് വരുന്നത്. അപ്പൊ ഞങ്ങൾക്ക് വീൽ ചെയറിലാണ്, അപ്പൊ ഹാൻഡിക്യാപ്ഡ് ആണ് എന്ന് പറഞ്ഞു മിസ്. നിങ്ങൾ ആരും ഞങ്ങളെ വാൺ ചെയ്യാണ്, ഞങ്ങൾ ഒത്തിരി കുറുമ്പികളായിരുന്നു, കുറുമ്പുള്ള പിള്ളേരായിരുന്നു മിസ്സിന്റെ സ്റ്റുഡൻസിന് മിസ്സിനെ അറിയാം.
അതുകൊണ്ട് ഞങ്ങൾ വന്ന് വാങ്ങിച്ചു തരാം. നിങ്ങൾ ആരും അങ്ങനെ കളിയാക്കാനോ ഒന്നും പാടില്ല. നിങ്ങളിൽ ഒരാളായിട്ട് തന്നെ വേണം നിങ്ങൾ അവളെ ട്രീറ്റ് ചെയ്യാനായിട്ട് എന്ന് ഞങ്ങളോട് പറഞ്ഞു തന്നുണ്ടാവും. ഞങ്ങൾക്ക് ആദ്യം ഞങ്ങൾക്കത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. പെട്ടെന്നായിരുന്നു ഞങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് ബിൽഡിംഗ് ആണ്, സ്റ്റെപ്പ് കാരണം ഒരു 5 സ്റ്റെപ്പ് കയറിയിട്ടാണ് ഞങ്ങളുടെ ക്ലാസ് വരുന്നത്. സോ പെട്ടെന്ന് അവിടെ ഒരു സ്റ്റെയർ, നമ്മളിങ്ങനെ സ്റ്റെയർ പോലെ, സ്റ്റെപ്പ് അല്ല സ്റ്റെയർ പോലെ നമ്മളിങ്ങനെ റോൾ ചെയ്ത് ഇത് പറയൂല, സ്ലോപ്പ് പോലത്തെ സ്റ്റെയർ പണിത്. പെട്ടെന്ന് അത് പണിതത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് ആള് വരാൻ വേണ്ടിയിട്ട്. കാരണം ഞങ്ങൾക്ക് അറിഞ്ഞുവിടാമല്ലോ, വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നമുക്ക് അറിഞ്ഞുവിടാം. പക്ഷെ ആള് വന്നു, ഓട്ടോന വന്നത്. ആളുടെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു കൂടെ. ആളുടെ അമ്മയാണ് വീൽ ചെയറിൽ ആളെടുത്ത് വണ്ടിയിൽ നിന്ന് വീൽ ചെയറിലേക്ക് ഇരുത്തിയതും ആളെ കൊണ്ടുവന്ന് ക്ലാസ്സിൽ ഇരുത്തി. ഞങ്ങൾ ബെഞ്ചൊക്കെ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് ഇരുത്തി. അപ്പൊ ആദ്യം ഞങ്ങൾക്കൊക്കെ പേടിയായിരുന്നു പോയി അവളോട് സംസാരിക്കാൻ. അവള് ക്ലാസ് കഴിയുന്നു, അവൾക്ക് വേണ്ടിയിട്ട് ഒരു ക്ലാസ് ഉണ്ട്. ഞങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഡിസബിലിറ്റീസ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള റൂം ഉണ്ട്, അവിടെ പോകും. അപ്പോ അമ്മയാണ് കൊണ്ടുപോകുന്നത്. എല്ലാ സമയവും അമ്മ കൂടെ ഉണ്ട് കേട്ടോ. അവള് ഭയങ്കര കെയറിങ് ആണ്. ദെൻ അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും ആളായിട്ട് കമ്പനിയായി. പിന്നെ ഭയങ്കര ഇതായിരുന്നു കേട്ടോ, ചില ഭയങ്കര കമ്പനിയായി. ഞങ്ങൾക്ക് കൊണ്ടുപോകും. ചില ഞങ്ങൾ പ്ലേ ചെയ്യാനൊക്കെ പോകുന്ന സമയത്ത് കളിക്കാൻ പോകുമ്പോൾ വരാന്ത വരെ വലിയ വരാന്തകളായിരുന്നു ഞങ്ങളുടെ സ്കൂളില്. അപ്പോ ആ വരാന്തയിലെ കൂടെ ആളെ കൊണ്ട് നടക്കുകയൊക്കെ ചെയ്യുന്നു. എപ്പോഴും ആളുടെ അമ്മ കൂടെ ഉണ്ടാവും. ഒരു ആന്റിക്ക് ഭയങ്കര എന്താ പറയാ ശ്രദ്ധയാണ് മോളുടെ കാര്യത്തിൽ, എല്ലാ കാര്യത്തിലും ഭയങ്കര കെയറിങ്ങാ. ആള് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ആന്റി അവളെ എന്താ പറയാ വളർത്തിക്കൊണ്ട് വരുന്നത്. കാരണം ഹസ്ബൻഡ് ഈ കുട്ടിക്ക് വയ്യാന്ന് പറഞ്ഞപ്പോ, ഡിസ്റ്റർബിളാന്ന് പറഞ്ഞപ്പോ ആന്റിനെ മോളെ ഉപേക്ഷിച്ചാൽ പോയതാണ്. അവൾക്ക് വേണ്ടിയിട്ടാണ് എന്താ ആന്റി ജീവിച്ചത് ഫുള്ളും. സോ പിന്നെ 8th കഴിഞ്ഞ് 9th ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. 10th ആയപ്പോൾ ഞങ്ങൾ വേറെ ബ്ലോക്കിലേക്ക് പോയി. സോ അവൾക്ക് ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് വരാൻ പറ്റിയില്ല. വേറൊരു ക്ലാസ് അതിന് പകരം അവിടെ അവൾക്ക് വന്നു. അവൾക്ക് വേണ്ടിയിട്ട് വേറൊരു ക്ലാസ്, ഇപ്പൊ 10C ആയിരുന്നു. 10Cയിലേക്കായിരുന്നു അവൾ ആഡ് ആയത്. അവിടെ എല്ലാവരുമായിട്ട് ഭയങ്കര കമ്പനി ആയിരുന്നു. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ആള് നന്നായിട്ട് പഠിക്കും, നന്നായിട്ട് പാട്ട് പാടും. ഭയങ്കര കഴിവുകളായിട്ടാ. ചിലപ്പോ ഫിസിക്കലി ഹാൻഡിക്യാപ്റ്റ് ആയിട്ടായത് അത് നല്ല കഴിവുകളുണ്ട്. ഞങ്ങളുടെ ടീച്ചർ ആണെങ്കിലും മ്യൂസിക് ടീച്ചറൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുമായിരുന്നു. നന്നായിട്ട് പാട്ട് പാടും, നന്നായിട്ട് പഠിക്കുകയും ചെയ്യും കേട്ടോ. എനിക്ക് തോന്നുന്നു 10th A+ ഒക്കെ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു മാർക്ക് ആൾക്ക്. നന്നായിട്ട് എഴുതിയൊക്കെ ചെയ്യും. ആള് ഓക്കെയാണ്, നമ്മള് കാണുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഈ ഒരു ഡിസബിലിറ്റി ഉണ്ട്. നമ്മൾ ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികൾ നമുക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടെങ്കിൽ നമ്മളെ ഈക്വലി ട്രീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. മേ ബി എന്തെങ്കിലും അസുഖങ്ങൾ മൂലമോ പിന്നെന്താ പറയാ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസീസോ ഒരു ആക്സിഡന്റോ അല്ലെങ്കിൽ ഫീറ്റൽ ഡിസീസ് എന്ന് വെച്ചാല് ഗർഭാവസ്ഥയില് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് മീസിൽസ് അതേപോലെ എന്തെങ്കിലും അസുഖങ്ങൾ വരാണെങ്കിൽ കുട്ടിക്ക് വൈകല്യങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്, ഫിസ്റ്റൈറ്റിസ് വരാനുള്ള ചാൻസ് ഉണ്ടെന്നൊക്കെ നമ്മള് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ ഡിസബിലിറ്റീസ് വരാം. നമ്മൾ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഒരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് സെയിം ടൈപ്പ് ഓഫ് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ ആവശ്യമില്ല. നമ്മളിപ്പോ എന്താ പറയുക ഹിയറിംഗ് ഇമ്പാർമെന്റ് ആയിട്ടുള്ളവർക്ക് സെയിം ടൈപ്പ് അല്ല, സാധാരണ നമ്മളുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന അതേ ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ആണ് ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്കും പ്രൊവൈഡ് ചെയ്ത് നോർമൽ ആയിട്ട് കൊടുക്കുന്ന എഡ്യൂക്കേഷൻ ആണ്. പക്ഷെ അവർക്ക് കുറച്ച് നീഡ്സ് ഉണ്ട് ഇല്ലേ, ചെറിയ നീഡ്സ് ഉണ്ട്. ആ നീഡ്സ് നമ്മൾ മാക്സിമം മെറ്റ് ചെയ്യാൻ നോക്കണം. എനിക്ക് തോന്നുന്നു അന്ന് PT ഇടപെട്ടാണ് ഞങ്ങൾ അവിടെ ഒരു സ്റ്റെയർ ക്രിയേറ്റ് ചെയ്തെന്ന് അറിയില്ലേ. വീൽ ചെയർ കയറില്ല, ക്ലാസ് റൂം വരെ വീൽ ചെയർ വരികയായിരുന്നു. സ്റ്റെപ്പാണ്, 5 സ്റ്റെപ്പാണ്. സോ 5 സ്റ്റെപ്പ് കയറി വരണമെങ്കിൽ ഭയങ്കര പാടാണ്. വീൽ ചെയർ പൊക്കി കയറ്റാൻ വെച്ച് ഭയങ്കര പാടാണ്. സോ അതിന് പകരമായിട്ടാണ് അവിടെ സ്റ്റെയർ ബിൽഡ് ചെയ്തത്. അപ്പോ ഓരോ അവരുടെ നീഡ്സ് എന്താണെന്ന് മനസ്സിലാക്കി അവരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടാകും ഈ ഇങ്ങനത്തെ കുട്ടികളിലും. നമ്മൾ ഡിഫറൻസ് കാണിക്കരുത്. ഓക്കെ, ഞാൻ പോർഷനിലേക്ക് വരാണ്. ചിൽഡ്രൻസ് വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റീസ് ആണ്. There are children with various types of physical handicap. പല ടൈപ്പ് ഫിസിക്കൽ ഹാൻഡിക്യാപ്റ്റ് ഉണ്ട്.
ചിലപ്പോൾ ഫുൾ ബോഡി പാരലൈസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഞാൻ പറയാം കീബോർഡ് പാരലൈസ് ആയിട്ടുള്ളവരുണ്ടാവും. അങ്ങനെ പല ടൈപ്സ് ഓഫ് ഫിസിക്കൽ ഹാൻഡിക്യാപ്റ്റ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും. Some of the physical abnormalities are cognitive or the result of fetal disease. എന്നുവെച്ചാൽ കോഗ്നിറ്റീവ് ആയിരിക്കും. എന്നുവെച്ചാല് പാരമ്പര്യം അല്ലെങ്കിൽ എന്നുവെച്ചാല് ജന്മനാലുള്ള അസുഖങ്ങൾ മൂലമായിരിക്കും, അല്ലെങ്കിൽ ഗർഭസ്ഥാവസ്ഥയിൽ എന്തെങ്കിലും അസുഖങ്ങൾ കാരണം, അമ്മയ്ക്ക് വന്ന അസുഖങ്ങൾ കാരണമായിരിക്കാം. These can also occur due to nutritional deficiencies or accidents. നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന വുമൺസ് നല്ല രീതിയിൽ ന്യൂട്രീഷൻസ് പ്രോപ്പർ ആയിട്ട് എടുക്കണം എന്ന് പറയുന്നത് എന്തിനാണ്? കുട്ടികള് പ്രോപ്പർ ആയിട്ട് ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, നല്ല ആരോഗ്യമുള്ള കുട്ടികൾ ജനിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മമാരോട് നല്ല പ്രോപ്പർ ആയിട്ട് ന്യൂട്രീഷൻസ് എടുക്കണം എന്ന് പറയുന്നത്. ഓർ ഇപ്പൊ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ആക്സിഡൻസ് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് കുട്ടിക്ക് അതിന്റെ ഡിഫക്റ്റ് കുട്ടിക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ നമ്മള് വയറ് അല്ലെങ്കിൽ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അമ്മയുടെ വയറ് എവിടെയെങ്കിലും ഇടിച്ചിട്ടുണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് വൈകല്യങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ടെന്ന് പറയുന്നത്. These types of disability affect different parts of the body. ഈ ഡിസബിലിറ്റീസ് നമ്മുടെ ബോഡിയുടെ ഡിഫറെന്റ് പാർട്സിനെ അഫക്ട് ചെയ്യും. സോ ദേ അഫക്ട് ദ നോർമൽ ലൈഫ് ഓഫ് ദ ഇൻഡിവിജ്വൽ. ഇത് എന്തിനെ അഫക്ട് ചെയ്യുന്നു? ഒരു വ്യക്തിയുടെ നോർമൽ ലൈഫിനെ അഫക്ട് ചെയ്യുന്നു. നമ്മളെ പോലെ ഫ്രീ ആയിട്ട് അവർക്ക് മൂവ് ചെയ്യാനോ ഒന്നും പറ്റില്ല. നമ്മളെ പോലെ ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യാനോ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾക്ക് പറ്റില്ല. But they expect from the society. അവർ നമ്മളിൽ നിന്ന് എന്താ പ്രതീക്ഷിക്കുന്നത്? A sympathetic, helpful and supporting response. നമ്മളിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നത് എന്ത് മാത്രമാണ്? സിമ്പത്തറ്റിക് ആൻഡ് ഹെൽപ്ഫുൾ ഒരു സപ്പോർട്ടിംഗ് റെസ്പോൺസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. Teachers are the whole system of education, have to get their mental state and accept the essential step for responding to their needs fairly. നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യൂലേ? അവരുടെ മെന്റൽ സ്റ്റേറ്റ് മനസ്സിലാക്കിയിട്ട് നമ്മൾ അവർക്ക് വേണ്ടി കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അതേപോലെ അവരുടെ നീഡ്സിനനുസരിച്ച് നമ്മളൊന്ന് റെസ്പോണ്ട് ചെയ്യുക. All the children with physical deformities or handicap do not require the same type of compensatory treatment. എല്ലാ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾക്ക് സെയിം ടൈപ്പ് ഓഫ് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ ആയിരിക്കില്ല വരുന്നത്. അവരുടെ ആ ഡിസബിലിറ്റിക്ക് അനുസരിച്ച് അവർക്ക് ആ ടൈപ്പിലും വ്യത്യാസം ഉണ്ടാവും. ഇറ്റ് ചേഞ്ച് അക്കോർഡിംഗ് ടു ദർ നീഡ്സ്. അവരുടെ നീഡ്സിനനുസരിച്ച് മാറ്റം ഉണ്ടാവും. ചില കുട്ടികളില് അവർക്ക് ഹാൻഡ് മൂവ്മെന്റ്സ് ഒക്കെ ഓക്കെ ആയിരിക്കും. ഞാൻ പറഞ്ഞില്ല എന്റെ ഫ്രണ്ടിന്റെ കാര്യം, അവർക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് കീബോർഡ് മാത്രമായിരുന്നു തളർച്ച. അവള് നന്നായിട്ട് എഴുതും, നല്ല ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഉണ്ട്, നന്നായിട്ട് എഴുതുകയൊക്കെ ചെയ്യും, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, ഹാൻഡ് മൂവ്മെന്റ്സ് ഒക്കെ ഓക്കെയാണ്. പക്ഷെ മൂവ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നാണ്. ചില കുട്ടികള് അതിലും എന്താ പറയാ അതിലും പ്രശ്നമുള്ള എഴുതാനൊക്കെ പറ്റാത്ത കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഫിസിക്കൽ ഡിസബിലിറ്റീസ് അത് ഡിഫറെന്റ് ആയിരിക്കും, ഓരോ വ്യക്തിയിലും ഡിഫറെന്റ് ആയിരിക്കും. സോ അതനുസരിച്ചായിരിക്കും കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ ഓർ ട്രീറ്റ്മെന്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അവരുടെ നീഡ്സ് എന്താണോ അത് മനസ്സിലാക്കി നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ചിൽഡ്രൻസ് വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഒന്ന് റീഡ് ചെയ്തേ. എല്ലാവരും റീഡ് ചെയ്തു. ഓക്കെ, ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളെ നമ്മൾ സെയിം സാധാരണ എല്ലാ കുട്ടികളെയും പോലെ നോർമൽ ആയിട്ട് തന്നെ
ട്രീറ്റ് ചെയ്യണം. അവർ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സിമ്പത്തറ്റിക്, ഹെൽപ്ഫുൾ ആൻഡ് സപ്പോർട്ടീവ് റെസ്പോൺസ് ആണ്. അതനുസരിച്ച് വേണം നമ്മൾ അവരോട് പെരുമാറാനും കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനും. ഈ ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഓരോ വ്യക്തിയിൽ നിന്ന് ഡിഫറെന്റ് ആയിരിക്കും, ഓരോ വ്യക്തികൾക്കും ഇൻഡിവിജ്വലി ഡിഫറെന്റ് ആയിരിക്കും. സോ അതിനനുസരിച്ചായിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് കോമ്പൻസേറ്ററി ട്രീറ്റ്മെന്റ് ആൻഡ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ അല്ലേ? ഇനി മെന്റലി റീറ്റെയിൻഡ് ചിൽഡ്രൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. മെന്റലി റീറ്റെയിൻഡ് ചിൽഡ്രൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനസികമായിട്ട് എന്താ പറയുക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന കുട്ടികളെയാണ് മെന്റലി റീറ്റെയിൻഡ് ചിൽഡ്രൻസ് എന്ന് പറയുന്നത്. അവർക്ക് ചിലപ്പോൾ ഒരു ഏജ് കൊണ്ട് ഭയങ്കര ഏജ്ഡ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും. ഒരു ചിലപ്പോൾ നമ്മളെക്കാളൊക്കെ ഏജുള്ള, അല്ലെങ്കിൽ നമ്മളെക്കാളല്ല, നല്ലൊരു 10-20 വയസ്സൊക്കെ ഉള്ളവരൊക്കെ ആയിരിക്കും. ചിലപ്പോൾ പല ഡിഫറെന്റ് ഏജിലുള്ള കുട്ടികളായിരിക്കും. പക്ഷെ അവരുടെ മനസ്സ് ശരിക്കും ഒരു 3-4 വയസ്സുള്ള കുട്ടിയുടെ മനസ്സായിരിക്കും. ചിലപ്പോ മെന്റലി റീറ്റെയിൻഡ് ചിൽഡ്രൻസ് ഒക്കെ പെട്ടെന്ന് നമ്മളെ വന്ന് ഹഗ് ചെയ്യും. അപ്പൊ നമ്മള് പേടിക്കൊന്നും വേണ്ട, അവര് ഭയങ്കര നമ്മളോട് ഇഷ്ടം കൂടുതലായിരിക്കും. നമ്മൾ വന്ന് ഹഗ് ഒക്കെ ചെയ്യുന്നത്. നല്ല പേഷ്യൻസ് വേണം കേട്ടോ മെന്റലി റീറ്റെയിൻഡ് ചിൽഡ്രൻസിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഭയങ്കര പേഷ്യൻസ് വേണം. അവരുടെ സ്നേഹം ഭയങ്കര പ്യുവറാണ്. എന്നുവെച്ചാൽ അവരെ അമ്മേനെ കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് മദറായിട്ട് കാണുന്നത് നമ്മളായിരിക്കും. നമ്മൾ ഭയങ്കര സ്നേഹമായിരിക്കും കേട്ടോ അവർക്ക്. നമ്മൾ സൗണ്ട് കേൾക്കുമ്പോഴും നമ്മളെ കാണുമ്പോഴൊക്കെ ഭയങ്കര റെസ്പോൺസ് ആയിരിക്കും അവർ ചെയ്യുന്നത്. ആ കുട്ടികളെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഭയങ്കര ഭാഗ്യമാണ്. അവിടെ മരിയ മോണ്ടിസോറി ഈ മോണ്ടിസോറി മെത്തേഡ് ഡെറൈവ് ചെയ്യാനായിട്ടുള്ള ഒരു കാരണം എന്ന് വെച്ചാല് മരിയ മോണ്ടിസോറിയുടെ യങ് ഏജില് അല്ലെങ്കിൽ 30s ഒക്കെ കഴിഞ്ഞ സമയങ്ങളിൽ മെന്റലി റീറ്റെയിൻഡ് ചിൽഡ്രൻസിനെ ഹാൻഡിൽ ചെയ്യേണ്ടി വന്നു. സോ കുറച്ച് മെത്തേഡ്സ് അവർക്ക് ഒട്ടും നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള ഒട്ടും എന്തില്ല, സ്കില്ലില്ല, ഒരു ഐക്യം ഒട്ടും ഇല്ല. അതുകൊണ്ടാണല്ലോ അവരെ മെന്റലി റിട്ടേൺ ചിൽഡ്രൻസ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഈ മെറ്റീരിയൽസ് ഒക്കെ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഓരോ കാര്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് ചെയ്യിച്ചതിലൂടെ മരിയാമോണ്ടിസോറി ഒബ്സർവ് ചെയ്തത് എന്താണ്, അവരിൽ കുറെ ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവരാനായിട്ട്. പക്ഷെ മെന്റലി റിട്ടൈൻഡ് ആയിട്ടുള്ള ചിൽഡ്രൻസിൽ മാറ്റങ്ങൾ വന്നതായിട്ട് ഒബ്സർവ് ചെയ്തു. സോ അങ്ങനെ ഒബ്സർവ് ചെയ്തപ്പോ മരിയാമോണ്ടിസോറി വിചാരിച്ചു ഇത് നോർമൽ ആയിട്ടുള്ള കുട്ടികളിൽ ഇപ്പൊ ഒട്ടും ഐക്യമില്ല എന്ന് പറയുന്ന കുട്ടികളിൽ ഇത്രയും മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് നോർമൽ ആയിട്ടുള്ള കുട്ടികളുടെ ഇതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരാം അല്ലെങ്കിൽ എന്തെല്ലാം ചേഞ്ചസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ലെങ്കിൽ എന്നൊരു വ്യൂയിലൂടെയാണ് ഈ ഒരു മെത്തേഡ് എന്ത് ചെയ്തത് ഡെറൈവ് ചെയ്തത്. മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ് നോർമൽ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ ഭയങ്കര നമുക്ക് എന്താ പറയാ റിമാർക്കബിൾ ആയിട്ടുള്ള ഒരുപാട് ചേഞ്ചസ്, ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് അവിടെ ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. ഒത്തിരി മാറ്റങ്ങൾ കുട്ടികൾ ഭയങ്കരമായിട്ട് ചേഞ്ചസ് വന്നതായിട്ട് ഒബ്സർവ് ചെയ്തു. ഓക്കെ, നമ്മൾ വന്നത് മെന്റലി റിട്ടൈൻഡ് ചിൽഡ്രൻസിന്റെ കാര്യമാണ് പറഞ്ഞത്. മെന്റലി റിട്ടൈൻഡ് ചിൽഡ്രൻസിന് എഡ്യൂക്കേഷൻ മാത്രമാണോ? അവർക്ക് എന്താ പ്രോബ്ലം ഉള്ളത്? അവർക്ക് നോളജ് ഇല്ല, അവർക്ക് ഒട്ടും നോളജ് ഇല്ല. അവർക്ക് നമുക്ക് എഡ്യൂക്കേഷൻ മാത്രമല്ല കൊടുക്കേണ്ടത്, അതിന്റെ ഒപ്പം തന്നെ എന്ത് വേണം, ട്രീറ്റ്മെന്റും കൊടുക്കണം. ഞാനൊക്കെ എന്തൊരു എക്സ്പീരിയൻസിൽ എന്തൊരു കാര്യം പറയാണ്. എനിക്കിപ്പോ എന്റെ ചെറുപ്പത്തില് എന്റെ ചെറിയൊരു പ്രായത്തിൽ പറയാം, ഞാൻ ഓർമ്മ വെക്കുന്ന സമയത്ത് 5ാം ക്ലാസ് മുതൽ എന്റെ വീടിന്റെ അടുത്ത് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് മാറി ഞങ്ങളവിടെ വേറെ വീടുകളൊന്നുമില്ല, വലിയ പറമ്പുകളാ, ഭയങ്കരമായിട്ട് പറമ്പുകളാണ്. അപ്പൊ ഞങ്ങൾ വീടിന്റെ അടുത്ത് കുറച്ചൊരു 5 മിനിറ്റ് നടന്നു കഴിഞ്ഞാല് ഒരു വലിയ വീടാണ്, ഭയങ്കര കാശുള്ള ഒരു പ്രമാണിയുടെ വീടാണ്. അവിടെ ആദ്യത്തെ കുട്ടിക്ക് എന്റെ പ്രായമാണ്. അത് വെച്ചാല് പറയുമല്ല ഇവളുടെ പ്രായമാണ് ആ കുട്ടിക്ക്, അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ എന്റെ പ്രായമാണ് അവൻ മെന്റലി റിട്ടൈൻഡ് ചൈൽഡാണ്. എന്നുവെച്ചാൽ അവന് മാനസികമായിട്ട് വെല്ലുവിളികളുള്ള കുട്ടിയാണ്. പക്ഷെ അവര് ഭയങ്കര കാശുകാരാണ്, ഭയങ്കരമായിട്ട് ഇതാണ്. അവർക്ക് പുറത്ത് ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടെന്ന് പറയുന്നതോ ഉണ്ടെന്നില്ല അവർക്ക് അറിയാം, പക്ഷെ കാണിക്കുന്നതോ ഞങ്ങളുടെ ഒപ്പം കളിക്കാനൊന്നും അലോ ചെയ്യില്ല. കാരണം ആൾക്ക് വയലന്റ് ഒക്കെ ആയിരുന്നു ആ സമയത്ത്, ഭയങ്കര വയലന്റ് ആയിരുന്നു. ഇടയ്ക്ക് നമ്മളെ വീട്ടിലേക്ക് ഇരിക്കുന്ന സമയത്ത് വെറുതെ ഉച്ച സമയമൊക്കെ ആകുമ്പോ വെറുതെ കരയണത് കേൾക്കാം, ഭയങ്കര അലർച്ചയൊക്കെ കേൾക്കും. ചിലപ്പോ അവിടുത്തെ ആന്റിനെ ഭയങ്കരമായിട്ട് തല്ലണതൊക്കെ നമ്മളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഉപദ്രവിക്കും, ചിലപ്പോ ഭയങ്കര സ്നേഹമായിരിക്കും. പക്ഷെ ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് അവർക്ക് അറിയായിരുന്നു. ക്രിസ്ത്യൻസ് ആണ്, പ്രോബ്ലം ഉണ്ടെന്ന് അറിയായിരുന്നു. പക്ഷെ അബോർട്ട് ചെയ്തില്ല. അബോർട്ട് ചെയ്യാനായിട്ട് ഡോക്ടർ പറഞ്ഞതാണ്. പക്ഷെ അവർക്ക് ഈ ക്രിസ്ത്യൻസിൽ അബോർഷൻ പ്രൊഹിബിറ്റഡ് ആണെന്ന് തോന്നുന്നുണ്ട്. അവരുടെ ആ ഒരു
റിലീജിയൻസിനനുസരിച്ച് അബോർഷൻ ചെയ്യാൻ പാടില്ല എന്നാണ് ദൈവം നമുക്ക് തരുന്നതല്ലേ. അതുകൊണ്ട് അബോർട്ട് ചെയ്തില്ല. അവര് നോക്കുന്നുണ്ട്. അപ്പൊ ഭയങ്കര കെയറിങ്ങോട് കൂടിയാണ് നോക്കുന്നത്. അങ്കിള് ആദ്യം ഭയങ്കര സ്ട്രിക്റ്റ് ഒക്കെ ആയിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് പോയി കളിക്കണം സമ്മതിക്കൂലായിരുന്നു. വെച്ചാല് അവനത് വിഷമാവുമല്ലോ, അവന്റെ അതേ ഏജുള്ള കുട്ടികളാണല്ലോ ഞങ്ങൾ, അതുകൊണ്ടായിരിക്കും ആ ഒരു ദേഷ്യം ഞങ്ങളോട് കാണിച്ചിരുന്നത്. മേ ബി ആൾക്ക് ഇപ്പൊ മാറ്റം വന്നിട്ടുണ്ട്, അങ്കിളിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അവര് പക്ഷെ അനിയൻ ഞങ്ങളൊപ്പം വന്നത് കളിക്കും ഭയങ്കര ഇതാണ്. പക്ഷെ ഇതുവരെ ഞങ്ങൾ ആരും പുറത്ത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞ ദിവസം എന്റെ വീട്ടിലേക്ക് പോയി, നേരെ എന്റെ വീട്ടിലേക്ക് പോയി. അപ്പൊ ഞങ്ങളിവിടെ പാലിയം എന്നാ പറയാം, പാലിയം ചേർമംഗലം പഞ്ചായത്തിന്റെ കീഴില് ഇതേപോലത്തെ ഒരു കുട്ടികളെയൊക്കെ നോക്കുന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിട്ടുണ്ട്. അവരെ പഞ്ചായത്തിന്റെ കീഴിൽ തന്നെ പിള്ളേരൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടൊരു സ്ഥാപനം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അറിഞ്ഞുകൂടാ എന്താണോ നടക്കൂടാ. ഞാൻ കുറച്ച് പിള്ളേർ ഇങ്ങനെ പല ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് വന്നു. അപ്പൊ ഇപ്പൊ അവര് വലിയ വീടൊക്കെ മതിലൊക്കെ പണിത് ഗേറ്റിനുള്ള വലിയ വീടാണ്, മതിലൊക്കെ പണിത് ഭയങ്കര സെറ്റപ്പാണ്. അപ്പൊ അതിന്റെ ഫ്രണ്ടിൽ വണ്ടി. അപ്പോ ആ വണ്ടിന്ന് ഇറങ്ങി വരുന്നത് ഈ കുട്ടിയായിരുന്നു കേട്ടോ. അവൻ ആ ബാഗ് ഇട്ട്, അവൻ സാധാരണ കുറച്ച് ഇത്ര ഏജ് ആയിട്ടുണ്ട്, ഹൈറ്റ് വെച്ചിട്ടുണ്ട്, വെയിറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്, മാറ്റമുണ്ട്. എന്നാലും അവൻ നോർമൽ കുട്ടികളെ പോലെ സാധാരണ പോലെ സ്കൂൾ കഴിഞ്ഞ് വരുന്ന പോലെ പോകുന്നത് കണ്ടു. അത് കഴിഞ്ഞ് ഞാൻ ഈ അങ്കിളിനെ കണ്ടു കുറച്ച് ദിവസം വെച്ച്. എന്ന് ചോദിച്ചാൽ അവൻ എന്താ ചെയ്യണേന്ന് ചോദിച്ചു. അവൻ എവിടെയാ പഠിക്കണേന്ന് ചോദിച്ചു. അങ്കിൾ പറഞ്ഞു ഇന്ന സ്ഥലത്താണ്, അവർക്കിപ്പോ മോണ്ടിസോറി മെത്തേഡ് ആണ് അവരവിടെ സിലബസ്, അവർ സംസാരത്തിൽ എനിക്ക് മനസ്സിലായി മോണ്ടിസോറി മെത്തേഡ് വഴിയാണ് അവർ പഠിപ്പിക്കണേന്ന് പറഞ്ഞു. ഞാൻ അവനിൽ വന്ന ഒരുപാട് മാറ്റങ്ങൾ അങ്കിൾ പറഞ്ഞു. കാരണം അങ്കിൾ ഭയങ്കര വിഷമമായിരുന്നു. കാരണം അതില്ലെങ്കിൽ പിന്നെ ഇവന്റെ കാര്യങ്ങൾ ഓരോന്നും ഇങ്ങനെ ആരെന്ത് ചെയ്യും എന്നൊക്കെ ഉള്ള പേടി ഉണ്ടായിരുന്നു. അതേപോലെ അവനിപ്പോ ഒറ്റയ്ക്ക് മോളെ ബട്ടൺസ് ഇടും, സിപ്പ് ഇടും, ഷൂലീസ് കിട്ടും എന്നൊക്കെ ഓരോന്ന് എന്നോട് പറയുമ്പോ ഭയങ്കര സന്തോഷം. ഒരച്ഛന്റെ എന്താ പറയുക, ഇത്രയും നാള് ഒന്നും ചെയ്യാതൊരു വീട്ടില് അടച്ചിട്ടിരിക്കായിരുന്നല്ലോ അവനെ, മരുന്നും മെഡിസിനും മാത്രമൊക്കെ ആയിട്ട് കൺട്രോൾ ആയിരുന്നല്ലോ. പക്ഷെ ഭയങ്കര ഒരു ഹാപ്പിനെസ്, ഇതിന്റെ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞപ്പോ എനിക്ക് എന്തോ ഒരു സന്തോഷം തോന്നി. പിന്നെ ഞാൻ ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് മോണ്ടിസോറി മെത്തേഡാണ് അവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഞങ്ങളുടെ അടുത്ത തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് മോണ്ടിസോറി മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക, ഭയങ്കര മറ്റൊരു നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അവരിൽ വന്ന മാറ്റം നമ്മൾ കണ്ട് മനസ്സിലാക്കുമ്പോൾ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ നമ്മുടെ ഈ മോണ്ടിസോറി മെത്തേഡ് മെന്റലി റിറ്റെയിൻഡ് ആയിട്ടുള്ള ചിൽഡ്രൻസിന് നല്ല എഫക്റ്റീവ് ആയിട്ട് യൂസ്ഫുൾ ആണ്. നിങ്ങൾക്ക് മേ ബി നോർമൽ കുട്ടികളായിരിക്കും ഹാൻഡിൽ ചെയ്യാൻ കിട്ടുന്നത്, ഓർ മേ ബി മെന്റലി റിറ്റെയിൻഡ് ആയിട്ടുള്ള ചിൽഡ്രൻസിനായിരിക്കും ഹാൻഡിൽ ചെയ്യേണ്ടത്. സോ നിങ്ങൾ ഡിഫറൻസ് ഒന്നും കാണിക്കേണ്ട. ശരിക്കും എങ്ങനെയാണോ 3 to 6 ഇയേഴ്സിലെ നോർമൽ കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്നത് അതേപോലെ തന്നെയായിരിക്കും നമ്മൾ അവരെയും ഹാൻഡിൽ ചെയ്യേണ്ടത് വന്നത്, മെന്റൽ റിറ്റെയിൻ ചിൽഡ്രൻസിനെ ഹാൻഡിൽ ചെയ്യുന്നത്. അവർക്ക് ചിലപ്പോൾ ഏജ് കൂടുതലായിരിക്കും, ഏജിന്റെ നമ്പേഴ്സിൽ വ്യത്യാസമുണ്ട്, പക്ഷേ അവരുടെ മനസ്സുകൊണ്ട് അവരിപ്പോഴും 3-4 വയസ്സുള്ള കുഞ്ഞി കുട്ടികളാണ്. അതേ രീതിയിൽ നമ്മൾ അവരെ എന്ത് ചെയ്താൽ മതി, ട്രീറ്റ് ചെയ്താൽ മതി. The education of the mentally retained children is a special problem to solution needed to certain amount of knowledge. നമ്മള് കുട്ടികളുടെ mentally retained childrenസിന്റെ എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ നമുക്ക് കുറച്ച് സ്പെഷ്യൽ കൺസേൺ വേണ്ടി വരും. കാരണം എന്തെങ്കിലും പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ നോളജിനെ വേണം. Many of them are not capable of learning. ഇതിൽ ഭൂരിഭാഗം കുട്ടികളും ഒട്ടും ലേൺ ചെയ്യാനായിട്ട് അറിയാത്തവരായിരിക്കും. Their memory and the power of determines is poor. അത് മെമ്മറി പൂവർ ആയിരിക്കും, ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന കാര്യത്തിലും ഭയങ്കര പൂവർ ആയിരിക്കും. Their ability to understand comprehensively is also usually poor. അവർക്ക് കാര്യം മനസ്സിലാക്കാനും ഒന്നുള്ള കഴിവുണ്ടാവില്ല. Their creative growth remain arrested. എങ്ങനെയാണ് ഒരു മെന്റൽ റിറ്റെയിൻഡ് ചിൽഡ്രൻ അവരുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഗ്രോത്ത് എവിടെയോ സ്റ്റോപ്പ് ആയിരിക്കണം, അറസ്റ്റ്. The Montessori environment and materials are of great helps for these children. So Montessori environment നമ്മുടെ മെറ്റീരിയൽസും ഇതേപോലത്തെ കുട്ടികളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മെന്റലി റിറ്റെയിൻഡ് ചിൽഡ്രൻസിനെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാ പറയുന്നത്. ഞാൻ എന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞതാണ്, ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആണ്. ശരിക്കും അവരിൽ വന്ന മാറ്റം ഞാൻ ഒബ്സർവ് ചെയ്തു. കാരണം ആള് നല്ല രീതിയിലെ ബട്ടൺസ് ഒക്കെ ഇട്ട് നല്ല കുട്ടിയായിട്ടാണ് പോയി വരുന്നത്. ഞാൻ കുറെ കാലത്തേക്ക് കണ്ടതാണ്. ഒത്തിരി മാറ്റം ഉണ്ടായിരുന്നു. നല്ലൊരു എന്താ പറയാ, നല്ലൊരു ഇംപ്രഷൻ ആണ് തോന്നിയത്. എനിക്ക് ഭയങ്കര പ്രൗഡായി.
മോണ്ടിസോറി മെത്തേഡിനോട് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നിയത്. ഒന്നും കൂടി നമ്മളിപ്പോ അത്രയും ഇഷ്ടമാണ്, എന്നാലും ഒന്നും കൂടി നമുക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു ഇഷ്ടം കൂടുതൽ തോന്നും. ഈ മെന്റലി റിട്ടേൺ ചിൽഡ്രൻസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടീച്ചേഴ്സിന് നല്ല ഗുഡ് പേഷ്യൻസ് വേണം, നല്ല പേഷ്യൻസ് വേണം. ടീച്ചർ ഷുഡ് ഡീൽ വിത്ത് ദീ സ്റ്റുഡൻസ് വിത്ത് ഗുഡ് പേഷ്യൻസ്. നല്ല പേഷ്യൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവർ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മെന്റലി റിട്ടേൺ ചിൽഡ്രൻസിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന് റീഡ് ചെയ്ത് നോക്കിയേ. ഓക്കെ, നിങ്ങൾ റീഡ് ചെയ്തല്ലോ, മെന്റലി റിട്ടേൺ ചിൽഡ്രൻസിന്റെ റീഡ് ചെയ്തല്ലോ. ക്ലിയർ ആയിട്ട് മനസ്സിലായോ? മെന്റലി റിട്ടേൺ ചിൽഡ്രൻസിനെ കുറിച്ചിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലായോ? മനസ്സിലായോ? നമ്മള് ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, മെന്റലി റിട്ടേൺഡ് ആയിട്ടുള്ള ചിൽഡ്രൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? എങ്ങനെയൊക്കെ മെന്റൽ റിട്ടേൺ ചിൽഡ്രൻസ് ആകുക, അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ മാനസികമായിട്ട് പ്രശ്നങ്ങൾ വരുന്നത് എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ, ഡെവലപ്മെന്റ് ഡിലേ സംഭവിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നം അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഇങ്ങനെ സ്റ്റേജസിൽ ഇങ്ങനെ ഡെവലപ്മെന്റ് വേണമെന്നുണ്ട്, അപ്പൊ അതിൽ വലിയ ഡിലേ ഉണ്ടെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാം. അവരെ ബ്രെയിൻ ഇൻഫെക്ഷൻ വരാം, ബ്രെയിനിലെ ഇൻഫെക്ഷൻസ് ഒക്കെ വരാണെങ്കിൽ ഈ മെൻജൈറ്റിസ് പോലത്തെ അസുഖങ്ങളൊക്കെ, ബ്രെയിൻ ഇൻഫെക്ഷൻസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മെന്റലി റിട്ടേൺ ചിൽഡ്രൻസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഫിക്സ് വന്നിട്ടുണ്ടെങ്കിൽ, മെൻജൈറ്റിസ്, ഇൻഫെക്ഷൻ, അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് ഉള്ളവര്, ജനറ്റിക് ഡിസോർഡർ, ജന്മനാളിൽ തന്നെ അവർക്ക് എന്തെങ്കിലും വൈകല്യങ്ങൾ, ജനറ്റിക് ഡിസോർഡർ, കോംപ്ലിക്കേറ്റഡ് ഡെലിവറിയുടെ സമയത്ത് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉള്ളവര്, അങ്ങനെയാണെങ്കിൽ അവർക്കൊക്കെ എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്? മെന്റലി അങ്ങനെ വരുന്ന കുട്ടികളിൽ ഇതുപോലെ മാനസികമായിട്ട് പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട്. അപ്പോ ഡിലേ ഇൻ ഡെവലപ്മെന്റ് കാരണം വരാം, ബ്രെയിൻ ഇൻഫെക്ഷൻ കാരണം വരാം, ഫിക്സ് നമുക്കറിയാലോ, ഫിക്സ് വന്നാല് കുട്ടികൾക്ക് ജനിക്കുമ്പോ തന്നെ ഫിക്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് വരാം. മെൻജൈറ്റിസ് നമ്മൾ ഡിസ്കസ് ചെയ്താണ് അല്ലെ, ബ്രെയിൻ ഇൻഫെക്ഷൻ ആണ്. മെൻജൈറ്റിസിനെ കുറിച്ച് നിങ്ങൾ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്തതാണ് അല്ലെ? അവര് പ്രസന്റ് ചെയ്താണ്, ആരൊക്കെയാ പ്രസന്റ് ചെയ്താണ്? മെൻജൈറ്റിസിനെ കുറിച്ച് നമ്മൾ എടുത്തില്ല ക്ലാസ്സിൽ? മെനിഞ്ചൈറ്റിസ് ആണോ? അതൊന്നും ഒരിക്കൽ പറഞ്ഞിരുന്നു. പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതേപോലത്തെ എന്തെങ്കിലും അസുഖങ്ങൾ വരാണെങ്കിൽ കുട്ടികളിൽ മെന്റലി എന്താ പറയാ വീക്ക് ആവാനായിട്ട്, മെന്റൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ മെന്റലി റിട്ടേൺഡ് ചിൽഡ്രൻ ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് എന്നാ പറയുന്നത് കേട്ടോ.
ഇനി ഇവർക്ക് മെന്റലി റിട്ടയർഡ് ചിൽഡ്രൻസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക. അവർക്ക് പഠിക്കാനും അതേപോലെ ട്രീറ്റ്മെന്റിനും കൊടുക്കുക, ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഓരോ കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. സ്പെഷ്യൽ ക്ലിനിക് നമ്മൾ മെന്റൽ റിട്ടയർഡ് ചിൽഡ്രൻസിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ എഡ്യൂക്കേഷൻ മാത്രം ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ല, അവർക്ക് അതിനോടൊപ്പം ട്രീറ്റ്മെന്റും പ്രൊവൈഡ് ചെയ്യാം. ഫീലിംഗ് ഓഫ് ബീങ് അവോയ്ഡഡ്, അവർക്കൊരു ഫീലിംഗ് ഉണ്ടാവില്ല, അവർ നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് മാറ്റി നിർത്തിക്കുക എന്നുള്ള ഫീലിംഗ്, അത് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് നോക്കാം, ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ആണ്. ആദ്യം അതിനൊരാൾ റീഡ് ചെയ്തോട്ടാ. ആരാ റീഡ് ചെയ്യാം? ഞാൻ റീഡ് ചെയ്യാം. റീഡ് ചെയ്തോട്ടാ. Equality of opportunity. A group of mentally retarded children may differ in their sequential age. Some of them are older than others, but they are to be grouped together so as to avail equal opportunities for education and treatment. Though they are grown up physically, their mental age is very low. ഓക്കെ, നമ്മൾ പറഞ്ഞു ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളായിരിക്കും മെന്റൽ റിട്ടയർഡ് ചിൽഡ്രൻസിന്റെ ക്ലാസ് റൂമിൽ ഉണ്ടാവാം. ചിലപ്പോ ചിലവര് ഓൾഡർ ആയിരിക്കും, മുതിർന്ന കുട്ടികളായിരിക്കും, ചിലവര് യങ്ങർ വൺസ് ആയിരിക്കും. അവർ ഒരുമിച്ച് നമ്മൾ എന്തിരിക്കുന്നത് ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് അവൈൽ ചെയ്യാൻ വേണ്ടിയാണ്. എഡ്യൂക്കേഷന്റെ കാര്യത്തിലും ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിലും അവർക്ക് ഈക്വൽ ആയിട്ട് എല്ലാം അവൈലബിൾ ആവാൻ വേണ്ടിയിട്ടാണ്. നമ്മള് ഫിസിക്കലി ഞാൻ പറഞ്ഞില്ലേ, മെന്റൽ റിട്ടയർഡ് ചിൽഡ്രൻസ് ഫിസിക്കലി നമ്മൾ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഏജ്ഡ് ആണെന്നൊക്കെ തോന്നും. പക്ഷെ അവരുടെ മെന്റൽ ഏജ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന കുട്ടികളുടെ അത്ര ഉണ്ടാവുള്ളൂ. 2 to 3 years ഉള്ള കുട്ടികളുടെ ഏജ് അവർക്ക് ഉണ്ടാവുള്ളൂ. സോ നമ്മൾ അവരത്രയും പേഷ്യൻസോട് കൂടി കെയറോട് കൂടി വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഹാൻഡിൽ ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ആരാ റീഡ് ചെയ്യുന്നേ? നെക്സ്റ്റ് പോയിന്റ് രാജേശ്വരി. ഒരാൾ റീഡ് ചെയ്യാം. അല്ലടാ, അപ്രോപ്രിയേറ്റ് ആക്ടിവിറ്റീസ്. വായിക്കട്ടെ. The mentally retained children should be given suitable and proper physical and mental activities so that they may frequently get opportunities to be active and vigilant. ഓക്കെ, നമ്മൾ മെന്റലി റിട്ടയർഡ് ചിൽഡ്രൻസിന് അവർക്ക് എന്താ പറയുക, സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഫിസിക്കൽ ആൻഡ് മെന്റൽ ആക്ടിവിറ്റീസ് നമ്മൾ എന്ത് ചെയ്യുക, അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതവര് റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്നതിലൂടെ അവർക്ക് കുറച്ചും കൂടി ആക്റ്റീവ് ആയിട്ടിരിക്കാനും വിജിലന്റ് ആയിട്ടിരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറച്ചും കൂടി അവർക്ക് അത് റിപ്പീറ്റ് ആയിട്ട് അത് ചെയ്യുന്നതിലൂടെ അവർക്കത് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാണ്. ഫ്രെയിം ആണെന്ന് വിചാരിക്കും, ബട്ടണിങ് ഫ്രെയിം ആണെന്ന് വിചാരിക്കും. മെന്റലി റിട്ടയർഡ് ചിൽഡ്രൻസിന് ചിലപ്പോൾ ബട്ടൺസ് ഒന്നും പ്രോപ്പറായിട്ട് ഇടാനായിട്ട് അറിയണമെന്നില്ല. അപ്പൊ അവര് ബട്ടണിങ് ഫ്രെയിം റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്നതിലൂടെ അവർക്ക് ചിലപ്പോൾ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ ഒന്നും കിട്ടില്ല, ഒന്നെല്ലാം ഒരുപാട് തവണ ചെയ്യുന്നതിലൂടെ അവർക്ക് മേ ബി അവർക്ക് സ്വന്തം അവരുടെ ഷർട്ടിന്റെ ബട്ടൺസ് ഇടാനായിട്ട് പറ്റും. സോ അവർക്ക് അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ ടാസ്കുകൾ, ഓരോ മെന്റലി ഡിസബിലിറ്റീസിന്റെ ഡിഗ്രീസിൽ വ്യത്യാസം ഉണ്ടാവും. ചിലവർക്ക് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ, ചിലവർക്ക് അതിന്റെ ഡിഗ്രീസിൽ വ്യത്യാസം ഉണ്ടാവും. അതനുസരിച്ച് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ അവരെ കൊണ്ട് എന്ത് ചെയ്യാം, ചെയ്യിക്കാം കേട്ടോ. നെക്സ്റ്റ് പോയിന്റ് അതാരാ വായിക്കുന്നത്? സ്പെഷ്യൽ ക്ലിനിക്. Special clinic, as these children need not only cognitive support but also medical treatment. Periodic special clinics may be organized. ഞാൻ പറഞ്ഞു എഡ്യൂക്കേഷൻ മാത്രമല്ല അവർക്ക് വേണ്ടത്, അവർക്ക് പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റും മെഡിസിൻസും തെറാപ്പീസും വേണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യൽ ക്ലിനിക്കുകൾ പ്രൊവൈഡ് ചെയ്യണം. പീരിയോഡിക് ആയിട്ടുള്ള, ചിലപ്പോൾ വീക്ക്ലി ആയിരിക്കും, അല്ലെങ്കിൽ മന്ത്ലി ആയിരിക്കും. അതേപോലെ ഇവരുടെ ഡെവലപ്മെന്റ് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതെല്ലാം ഈ സ്പെഷ്യൽ ക്ലിനിക്കിലെ സമയത്ത് നമ്മളത് ഒന്നും കൂടി വെരിഫൈ ചെയ്യാം. അവർക്ക് കോഗ്നിറ്റീവ് സപ്പോർട്ട് മാത്രമല്ല നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, മെന്റലി റിട്ടയർഡ് ചിൽഡ്രൻസിന് അവർക്ക് വേണ്ട മെഡിക്കൽ ട്രീറ്റ്മെന്റും കൂടി പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്
ഞാൻ വായിക്കാം. ദീപ, ലാസ്റ്റത്തെ ജാൻസി വായിച്ചോട്ടാ. Feelings of being avoided. As they are educated in a normal school environment, children have a tendency to fool them or laugh at them. Teachers should see to this and avoid any such attempt because it would psychologically affect them adversely. ഓക്കേടാ, ഞാൻ ഈ ഫീലിംഗ് ഓഫ് ബീങ് അവോയ്ഡ് ചെയ്യാന്ന് പറയാം. നമ്മൾ നോർമൽ സ്കൂളിലാണ് ഈ മെന്റലി റിട്ടൈൻഡ് ആയിട്ടുള്ള ചിൽഡ്രൻസ് പഠിക്കുന്നെങ്കിൽ അവരെ കളിയാക്കാനും തമാശ കാണിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും ഫൂളാക്കാനൊക്കെ അവര് സാധാരണ പിള്ളേരുകൾ ശ്രമിക്കാറുണ്ട്. അപ്പോ ഞാൻ പഠിച്ചത് സാധാരണ ഒരു ഗവൺമെന്റ് സ്കൂളാണ്. അവിടെ എന്താ പറയാ, ഒരു ചേട്ടനുണ്ടായിരുന്നു. ഞാൻ പറയില്ലേ, എന്റെ സ്കൂളിൽ അത്യാവശ്യം ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. മെന്റലി റിട്ടൈൻഡ് ചിൽഡ്രൻസിനും അതേപോലെ തന്നെ ഹാൻഡിക്യാപ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ഞാൻ സ്കൂളിൽ ഉണ്ടായിരുന്നു. സോ ഒരു ചേട്ടന് ചേച്ചിയുണ്ട്, എന്നെക്കാളും മൂത്താണ്. അപ്പോ ആ ചേട്ടന് എപ്പോഴും എല്ലാവരും തമാശ കളിയാക്കും. അതേപോലെ കുറെ പ്ലാസ്റ്റിക് ഒക്കെ കെട്ടിയിട്ട് ബാക്കിൽ കെട്ടിയിടും. അങ്ങനെ ഒരുപാട് ഇങ്ങനെ കളിയാക്കുന്നതും അങ്ങനത്തെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ചേട്ടൻ. അതേപോലെ തന്നെ ചില ചേട്ടന്മാര് എന്താ പറയാ, ഈ ചേട്ടനോട് ഭയങ്കര കെയറോട് കൂടി സ്നേഹത്തോട് കൂടിയും എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട്, ഭക്ഷണം കഴിക്കും, ഭയങ്കര വിശപ്പാണ് ആൾക്ക്, എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചുകൊണ്ട് കൊടുക്കണതും ചോക്ലേറ്റ് കൊണ്ട് കൊടുക്കണതും അല്ലെങ്കിൽ ചിപ്സ് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കണതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം ചില ആൾക്കാര് അത് മനസ്സിലാക്കാതെ പെരുമാറുന്നവരുണ്ട്. സോ അങ്ങനെയെങ്ങാനും നമ്മുടെ ശ്രദ്ധയിൽ ഒരു കുട്ടി മെന്റലി റിട്ടൈൻഡ് ആയിട്ടുള്ള കുട്ടീനെ കളിയാക്കുന്നതും ഒക്കെ കാണുകയാണെങ്കിൽ നമ്മൾ അവരെ നല്ല രീതിയിൽ വാണിജ്യം ചെയ്യണം. കാരണം അത് അവരെ വീണ്ടും സൈക്കോളജിക്കലി അത് അഡ്വേഴ്സ്ലി അഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അവർ മാനസികമായിട്ട് സ്കൂളിലേക്ക് വരാനുള്ള ബുദ്ധിമുട്ടും അതേപോലെ അവർക്ക് പേടി അല്ലെങ്കിൽ ഫിയർ അവരുടെ മനസ്സിൽ തന്നെ കടത്തും. സോ അത് അവർ സൈക്കോളജിക്കലി അഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ടീച്ചേഴ്സ് അങ്ങനെ എന്തെങ്കിലും കാണാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ പഠിപ്പിക്കുന്ന സ്കൂളിൽ അങ്ങനെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്രാക്ടീസുകൾ നമ്മൾ കാണാണ്. ആ കുട്ടിയെ തമാശ കാണിക്കുക, ഫോളോ ചെയ്യുക അല്ലെങ്കിൽ കളിയാക്കി ചെയ്യാണെങ്കിൽ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് പണിഷ് ചെയ്യാം. പണിഷ് ചെയ്യാന്നല്ല, അത് വാൺ ചെയ്യാൻ പാടില്ല. എന്നതാണ് പ്രശ്നം. കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും. ഓക്കെ, അപ്പൊ ഫീലിംഗ് ഓഫ് ബീങ് അവോയ്ഡ് നമുക്ക് കുറച്ച് കുറയ്ക്കാനായിട്ട് പറ്റും. നമ്മൾ നോർമൽ ആയിട്ടുള്ള ഒരാളെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യണം, അതേപോലെ തന്നെ സാധാരണ അവരെ ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ടീച്ചേഴ്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യരുത്. നോർമൽ സ്റ്റുഡന്റ് ഒരു മെന്റലി റിട്ടൈൻഡ് ചിൽഡ്രൻസ് എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും കുട്ടികളെ തമ്മിൽ വേർതിരിച്ച് നമ്മൾ കാണിക്കാൻ പാടില്ല. അതേപോലെ കുട്ടികളെയും അങ്ങനെ ട്രീറ്റ് ചെയ്യാനായിട്ട് അലോ ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, മിസ്റ്റർ ജാൻസി നല്ല പേര്. ഓക്കെ, വായിച്ചോട്ടെ. Welfare services for normal children. Although special care is to be given to the underperforming and disabled children and compensatory educational programs are to be imagined for them, normal children to require special care for their development. In Montessori education, this is fulfilled through individual attention. ഓക്കേടാ, നമ്മള് സ്പെഷ്യൽ കെയർ കൊടുക്കുന്നതിലൂടെ നമുക്ക് ഡിസേബിൾഡ് ആയിട്ടുള്ള അണ്ടർ പെർഫോമിംഗ് ആയിട്ടുള്ള കുട്ടികൾക്ക് നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ നോർമൽ ചിൽഡ്രൻസിനും നമ്മൾ എന്ത് കൊടുക്കണം, അവരുടെ ഡെവലപ്മെന്റിന്, സൈൻ മോട്ടോർ ഡെവലപ്മെന്റിനും അതേപോലെ അവരുടെ സോഷ്യൽ ഇമോഷണൽ ഡെവലപ്മെന്റിനൊക്കെ വേണ്ടിയിട്ട് അവർക്ക് വേണ്ട റിക്വയർമെന്റ്സ് അനുസരിച്ച് നമ്മൾ സ്പെഷ്യൽ കെയർ കൊടുക്കണം. നമുക്ക് ഈ മോണ്ടിസോറി എഡ്യൂക്കേഷനിൽ ഓരോ ഇൻഡിവിജ്വൽസിനെയും നമ്മൾ ഇൻഡിവിജ്വലി ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവർക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കുന്നതിലൂടെ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങള് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അച്ചീവ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. സോ വെൽഫെയർ ഓഫ് ദി നോർമൽ ചിൽഡ്രൻസ് ആ പറയുന്ന ലാസ്റ്റ് സാധാരണ കുട്ടികളുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് നോർമൽ ആയിട്ടുള്ള ചിൽഡ്രൻസിന്റെ സ്പെഷ്യൽ കെയർ നമുക്ക് കൊടുക്കാം. അതുവഴി അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽസും അവരുടെ മെന്റൽ ഡെവലപ്മെന്റും അതേപോലെ തന്നെ സോഷ്യൽ ഡെവലപ്മെന്റ്, ഇമോഷണൽ ഡെവലപ്മെന്റ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. സോ മോണ്ടിസോറി മെത്തേഡിൽ ഓരോ ഇൻഡിവിജ്വൽസിനും നമ്മൾ എന്ത് ചെയ്യണം,
ഓരോരുത്തർക്കും അതിൻ്റെതായ അറ്റൻഷൻ കൊടുത്ത് ഇൻഡിവിജ്വലി നമ്മൾ അവരെ കൊണ്ട് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യിക്കുന്നതിലൂടെ അവര് പെർഫെക്റ്റ് ഒരു നല്ലൊരു സിറ്റിസൺ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പോ ഈ ചാപ്റ്ററിൽ എടുത്തത് ഈ പോർഷൻ ഒന്ന് വായിച്ച് ഇതെല്ലാ കാര്യങ്ങളാണ് മെന്റൽ റിട്ടേൺ ചിൽഡ്രൻസിന് കൊടുക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളത്. ഒന്ന് റീഡ് ചെയ്ത് നോക്കി ലാസ്റ്റ് പോർഷൻ. മാം ഫസ്റ്റ് പോയിന്റ് ഒന്നും കൂടെ ഒന്ന് പറയോ? ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി. ഓക്കേടാ, ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പിലുള്ളവരായിരിക്കും ഈ ഒരു ഒരുമിച്ച് ഗ്രൂപ്പ്ഡ് ആയിരിക്കുന്നത്. പല ഏജിലുള്ളവരായിരിക്കും. ചിലപ്പോൾ ചില കുട്ടികൾക്ക് 10, 15, 25, 26 അങ്ങനെ ഡിഫറെന്റ് ഏജിലുള്ള കുട്ടികളെ ഒരുമിച്ച് നമ്മൾ എന്ത് ചെയ്തിരിക്കുക, ഗ്രൂപ്പ് ചെയ്തിരിക്കുക. അവർക്ക് ഏജ് ഉണ്ടാവായിരിക്കും അല്ലെ, നമ്പേഴ്സിൽ ഏജ് കൂടുതലായിരിക്കും. പക്ഷെ അവരുടെ മെന്റൽ ഏജ് എന്ന് പറയുന്നത് അവരുടെ മാനസിക വളർച്ച എത്തിയിരിക്കുന്നത് ചിലപ്പോൾ 2 or 3 വയസ്സുള്ള ഒരു കുഞ്ഞു കുട്ടിയുടെ മനസ്സിന്റെ വളർച്ച അവർക്ക് ഉണ്ടാവുള്ളൂ. സോ നമ്മള് അവർക്ക് വേണ്ടിയിട്ട് എന്ത് പ്രൊവൈഡ് ചെയ്യണം? ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. എഡ്യൂക്കേഷനും ട്രീറ്റ്മെന്റിനും ഈക്വൽ ആയിട്ട് ഓപ്പർച്യൂണിറ്റി നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യണം എന്നാ പറയണേത്. രശ്മി മനസ്സിലായടാ? ഓക്കെ മാം, ഓക്കെ മാം, മനസ്സിലായി. ഒന്ന് റീഡ് ചെയ്ത് നോക്കി, എല്ലാവർക്കും റീഡ് ചെയ്തേ. റീഡ് ചെയ്തു. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഇയറിന്റെ മോക്ക് ടെസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നോ? ഫസ്റ്റ് ഇയർ എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലേ, അതിന്റെ മോക്ക് ടെസ്റ്റ് കിട്ടിയോ? ഓക്കെ, അപ്പൊ നമ്മള് ഇന്നെടുത്ത ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത ചാപ്റ്റർ ചൈൽഡ് വെൽഫെയർ ആണ്. നന്നായിട്ട് റീഡ് ചെയ്യാൻ ഞാൻ മോക്ക് ടെസ്റ്റ് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പം സൈൻ ഔട്ട് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് നിങ്ങൾക്ക് പോർഷനില്? ക്ലിയർ ആയോ? അപ്പോ സൈൻ ഔട്ട് ആരാ പറയുന്നേ? Thank you, teacher, for your great teaching. Today learns the all lessons will studying well and applying these lessons in our practical life with a firm pledge. As we concluded today's class, thanks for Aparna Miss and thanks for everyone. Thank you. Thank you all. Thank you, Miss.